ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ബൺ മസ്ക. ഇനിയിപ്പോൾ എനിക്ക് വയ്യ ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ. എന്തായാലും ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. കൊച്ചിയിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ആലപ്പുഴയിലും ഉണ്ടേ ബൺമസ്ക. അപ്പോൾ നമ്മുടെ നാൽപ്പാലത്തിൻ്റെ അവിടെ ആയിട്ട് ഒരു ഫാമിലിയാണ് കേട്ടോ. ഇവർ സിസ്റ്റേഴ്സാണ്. അവരിതാ നല്ല അടിപൊളിയായിട്ട് ബൺമസ്ക ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വഴിയിൽ അതിലേ പാസ് ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഓടി വന്ന് ബൺമസ്ക കഴിക്കാനായിട്ട് നിന്ന്. കുറേ ദിവസമായി എന്നെ ഇട്ട് ചുറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇവൻ. അങ്ങനെ നമ്മളൊരു ബൺമസ്ക ഓർഡർ നല്ല അടിപൊളി സോഫ്റ്റ് ബണ്ണ് കേട്ടോ. ബണ്ണ് സെറ്റായില്ലെങ്കിൽ ഈ ബൺമസ്ക ഫ്ലോപ്പ് എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. അത്ര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇവരുടെ ബണ്ണ്. നല്ല സോഫ്റ്റ് ബണ്ണും അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു മസാല ചായ. ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരെണ്ണം മേടിച്ച് മസാല ചായയിലോട്ട് അങ്ങ് മുക്കി ആദ്യം തന്നെ അയാൻ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അയാൻ ഒരു കടി അടിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി ഇത് സംഭവം വേറെ ലെവലാണെന്ന് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്നാൽ അടുത്ത കടി ഞാൻ കടിക്കാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും താഴത്തോട്ടൊരു ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ കടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവളും ടേസ്റ്റ് ചെയ്തു കേട്ടോ. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ചുരുക്കി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ബൺമസ്ക മേടിച്ച ഞങ്ങൾ പിന്നീട് തുര ബൺമസ്ക മേടിച്ച് തീറ്റിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 5 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. ഇത് ആദ്യം തന്നെ പുറത്ത് പോയി കഴിക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. വീട്ടിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് കുറച്ചങ്ങ് നീണ്ടു പോയത് കേട്ടോ. ഞങ്ങളുടെ ബൺമസ്ക തീറ്റി കണ്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഒരെണ്ണം മേടിച്ചു, പിന്നെ 2 എണ്ണം മേടിച്ചു, 3 എണ്ണം മേടിച്ചു. അങ്ങനെ നിരയായിട്ട് പിന്നീട് ബൺമസ്കയുടെ ഒരു മേളം തന്നെയായിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇവർ സിസ്റ്റേഴ്സ് മാത്രമാണ് കേട്ടോ ഇത് സെയിൽ ചെയ്യാൻ ഇവിടെ നിൽക്കുന്നതെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് അവരുടെ ബാക്കിൽ സപ്പോർട്ടായിട്ട് അവരുടെ ഫാമിലി ഫുള്ള് കുഞ്ഞു കുട്ടികൾ വരെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത്ര സപ്പോർട്ടീവായിട്ടാണ് കേട്ടോ ആൾക്കാർ നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ലപോലെ ആളുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് ബണ്ണും ബട്ടറും മിൽക്ക് മെയ്ഡും വാനില എക്സ്ട്രാക്റ്റും ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇവരിങ്ങനെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വന്ന് കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഇനി ആലപ്പുഴക്കാർ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് നാൽപ്പാലത്തിൻ്റെ അങ്ങോട്ട് വന്നോളൂ. ഇവിടെ അടിപൊളി ബൺമസ്ക റെഡിയാക്കി വെച്ചത് ഇവർ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. ഇനിയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കഴിച്ചു കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, പൊളി സാധനമാണ് കേട്ടോ. മിസ്സാക്കി കളയരുതേ. തിന്ന് അവസാനം ഞങ്ങൾ തിന്ന ബൺമസ്കയുടെ എണ്ണം പോലും മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കണക്കൊക്കെ കൂട്ടി പൈസയൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി. ഓക്കെ ബൈ.